വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കുറച്ച് വിഷമമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. പെൺകുട്ടിയെ താങ്ങി എടുത്തുകൊണ്ട് അവര് ക്യാബിൽ കയറി. അതായത് ആ പെൺകുട്ടിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രണ്ട്സിനെ വിശ്വസിച്ച് വന്നായിരിക്കും, അതിന് ബോധമില്ല. ഇവർക്ക് അത്യാവശ്യം ബോധമുണ്ട്. ഈ പയ്യന്മാർ രണ്ടും ഹിന്ദിക്കാരാണ്. ആ കുട്ടി ഏത് ഭാഷക്കാരിയാണെന്ന് അറിയാം. ഒരുപാട് പബ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് റിലാക്സിങ് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഒരു ഫ്രൈഡേ പെൺകുട്ടികൾ പഠിക്കാൻ വിട്ട പെൺകുട്ടികൾ അവരുടെ ബോയ് ഫ്രണ്ട്സുമായിട്ടും അങ്ങനെ ഒരുപാട് ഗേൾസിനെ ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ പോലും അറിയാതെ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, ഞാൻ ഫിസിക്കലി അവരെ ആ കുട്ടിയെ ഒരു മോളസ്റ്റ് ചെയ്യാനെന്ന് തന്നെ പറയുമ്പോൾ, നമ്മുടെ പേരൻസ് നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു ക്ലോസ് കമ്മ്യൂണിക്കേഷൻ വെക്കുക. അതായത് അവരെ എന്നും ഫോൺ വിളിക്കുക. ഒന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും അവരൊന്ന് ഫോൺ വിളിക്കലും ഒക്കെ ബാംഗ്ലൂർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് അതിലൊക്കെ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനും ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു കുറച്ച് വിഷമമുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. ഒരു അവയർനെസ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം നമുക്കെല്ലാം അറിയാലോ, ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ വൈബ്രന്റ് സിറ്റിയാണ്, അല്ലെ? ബാംഗ്ലൂർ ഇസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതിപ്പം ജോബിന്റെ കേസിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ടെക്നിക്കലിന്റെ കേസിലാണെങ്കിലും, അല്ലെങ്കിൽ പഠിത്തത്തിന്റെ കേസിലാണെങ്കിലും, എന്തിന്റെ കേസിലാണെങ്കിലും ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു ലാൻഡാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ? ഒരുപാട് പേര് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ജോലിയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ ഒരു സ്റ്റഡീസ് ആണെങ്കിൽ നല്ല നല്ല യൂണിവേഴ്സിറ്റീസ്, ഒരുപാട് കോളേജസ്, ഒരുപാട് പുറത്തുനിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളോട് പഠിക്കുന്നുണ്ട്. നമ്മുടെ കേരളം ആയാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലും അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന്, ഈവൻ ഫോറിനാണെങ്കിലും ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പം അതുപോലെ തന്നെ അതിന്റെ ഫ്ലിപ്പ് സൈഡിൽ നമുക്കറിയാം, എല്ലാത്തിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ടാവുമല്ലോ. ആ ഫ്ലിപ്പ് സൈഡിൽ ബാംഗ്ലൂർ നമ്മുടെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുടെ ഒരു ഹബ്ബാണ്. അതായത് നമ്മുടെ ഒരു മയക്കുമരുന്ന്, ഒരു MDMA എന്നിവയുടെയും ഒരു മേജർ ഒരു സെല്ലിംഗ് ഹബ്ബാണ് ബാംഗ്ലൂർ. അത് നമുക്ക് എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇപ്പൊ നമ്മൾ പറയുന്നത് ബാംഗ്ലൂർ ഒരുപാട് വൈബ്രന്റ് പ്ലേസസ് ഉണ്ട്, അല്ലെ? ഒരുപാട് ഹാപ്പനിങ് പ്ലേസസ് ഉണ്ട്. അതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോർമംഗലയുടെ പല സൈഡ്സും ഒരുപാട് വൈബ്രന്റ് ആണ്. ഒരു 5th ബ്ലോക്ക് കോർമംഗലയിലെ നല്ല പോഷായിട്ട് നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് കോളേജ് കുട്ടികളും അല്ലെങ്കിൽ ഒരുപാട് IT എംപ്ലോയീസും എല്ലാം വന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ കോർമംഗലയിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട്, അല്ലെങ്കിൽ ഇൻ ജനറൽ ബാംഗ്ലൂർ ഒരുപാട് പബ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് റിലാക്സിങ് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഒരു ഫ്രൈഡേസിൽ ഇവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും. അതായത് നമുക്ക് കാലുകുത്താൻ വേണ്ടി പറ്റാത്ത അത്രയും തിരക്കായിരിക്കും, അത്രയും ആളുകൾ വരുന്ന ഒരു സ്ഥലമായിരിക്കും ഇവിടെ എല്ലാം ഫ്രൈഡേസിൽ. അപ്പം യെസ്, ഓഫ് കോഴ്സ് പല പെൺകുട്ടികൾ പഠിക്കാൻ വിട്ട പെൺകുട്ടികൾ അവരുടെ ബോയ് ഫ്രണ്ട്സുമായിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നതാണ്, അല്ലെ? അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോർമംഗല ഭാഗത്ത് നോക്കിക്കഴിയാമെങ്കിൽ നമുക്കറിയാം, ഫ്രൈഡേസിലെ ഈവനിങ്, സ്പെസിഫിക്കലി ഫ്രൈഡേസ് ഈവനിങ് നമുക്ക് നോക്കിക്കഴിയാൻ അറിയാം, ഒരുപാട് കുട്ടികൾ ഒരു ചെറിയ ഡ്രസ്സുകളും എല്ലാം ഇട്ട്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നമ്മളിവിടെ പറയാമെന്ന വിഷയം. ഈവൻ ഗേൾസ് സിഗരറ്റ് കുടിക്കുന്നത്, ആൽക്കഹോൾ വലിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രസ്സിങ്, അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. അതെല്ലാം അവരുടെ ചോയ്സ് ആണ്. ബോയ്സിന് സിഗരറ്റ് വലിക്കാമെങ്കിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗേൾസിന് കുടിക്കാൻ പറ്റില്ല? എന്തായാലും അവർക്ക് ഡിഫറൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ അതല്ല നമ്മുടെ കാര്യം, അവര് എന്ത് ചെയ്യുന്നു അതല്ല നമ്മുടെ കാര്യം. അപ്പം നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഗേൾസിനെ ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ പോലും അറിയാതെ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഓഫീസ് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകുന്ന ദിവസം ഓഫീസ് കഴിഞ്ഞിട്ട് ഞാൻ ക്യാബിനാണ് പോകുന്നത്, ഒരു ഊബറിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഊബറിന്റെ ഡ്രൈവർ, പുള്ളി ഒരു മലയാളിയായിരുന്നു. പുള്ളി എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാണ്. അതായത് പുള്ളി ഒരാഴ്ച മുമ്പ് ഇതുപോലെ കോർമംഗല എന്ന സ്ഥലം, ഓഫ് കോഴ്സ് കോർമംഗല ഒരു നല്ലൊരു ഹബ്ബാണ്. അവിടെ നിന്ന് ഇതുപോലെ ഫ്രൈഡേ രാത്രി പാർട്ടി കഴിഞ്ഞ് ഒരു ഗ്യാങ് വണ്ടി ബുക്ക് ചെയ്തു, പുള്ളിയുടെ ക്യാബ് ബുക്ക് ചെയ്തു. അതിലൊരു പെൺകുട്ടി, ഒരു 2 പയ്യന്മാരും, ആ പയ്യന്മാരായിരിക്കും ബുക്ക് ചെയ്തത്. അപ്പൊ പെൺകുട്ടിയെ താങ്ങി എടുത്തുകൊണ്ട് അവര് ക്യാബിൽ കയറി. അതായത് ആ പെൺകുട്ടിക്ക് ഒരു ബോധം ഉണ്ടായിരുന്നില്ല, നല്ല വെള്ളം, നല്ല വൃത്തിയായ ആൽക്കഹോൾ എന്തോ കഴിച്ചിട്ടുണ്ട്, നല്ല ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് ഒരു ഫ്രൈഡേ ഈവനിങ് ആണ്. പുള്ളി പറഞ്ഞത് ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടികളുടെ ലുക്കാണ്, കോളേജിലാണ്, അല്ല ജോലി ചെയ്യുന്ന ഒരു കോളേജിലാണ്. അപ്പോൾ ഫ്രൈഡേ ഈവനിങ്ങിൽ എന്തോ സെലിബ്രേറ്റ് ചെയ്യാൻ പോയതായിരിക്കാം, ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ പുള്ളി പറഞ്ഞത് ഈ ക്യാബിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഈ കൂടുണ്ടായിരുന്ന കുട്ടികൾ അത്ര, 2 ആമ്പിള്ളേർ അത്ര ആയിരുന്നില്ല. അവർക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. ക്യാബിൽ കയറി കഴിഞ്ഞ മുതൽ അവരാണെങ്കിൽ ഈ കുട്ടിയെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് ഫിസിക്കലി അവരെ ആ കുട്ടിയെ ഒരു മോളസ്റ്റ് ചെയ്യാനെന്ന് തന്നെ പറയുമ്പോൾ ഒരു അനാവശ്യമായ
ഇടപെടലുകളും കാര്യങ്ങളും ഈ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ആ കുട്ടിയെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിസിക്കലി ഒരു നല്ല അബ്യൂസിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി പറഞ്ഞത് ആ കുട്ടി ഇതൊന്നും അറിയുന്നില്ല, അതിന് ബോധമില്ല. അത് ചിലപ്പോൾ ഈ ഫ്രണ്ട്സിനെ വിശ്വസിച്ച് വന്നായിരിക്കും, അതിന് ബോധമില്ല. ഇവർക്ക് അത്യാവശ്യം ബോധമുണ്ട്. ഈ പയ്യന്മാർ രണ്ടും ഹിന്ദിക്കാരാണ്. ആ കുട്ടി ഏത് ഭാഷക്കാരിയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവര് നല്ലതായിട്ട് അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാബുകാരൻ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്ക് ഒരു ഊബർ ഡ്രൈവറാണ്, പുള്ളിക്ക് പുള്ളിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പുള്ളി വണ്ടി എടുത്തിട്ട് പുള്ളി വഴിയിൽ പട്രോളിങ്ങിന്റെ പോലീസ് ഉണ്ടായിരുന്ന സമയത്ത് പുള്ളി അവിടേക്ക് നിർത്തിയിട്ട് പുള്ളി ചെന്ന് പോലീസിന്റെ അടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞു, ബാക്കിലിരിക്കുന്ന കുട്ടിക്ക് ഒരു ഇതാണ്, കുട്ടി ഒരു സെക്യൂർ ആണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് വെച്ചപ്പോൾ ആ പിങ്ക് പോലീസിന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി സ്റ്റാഫ് ഈ പെൺകുട്ടി ഇറക്കിയിട്ട് ജീപ്പിൽ എന്തോ അവിടെ ഇരുത്തിയിട്ട് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം ബോധം വിട്ടപ്പോഴാണ് വിട്ടത്. അങ്ങനെയാണ് എന്തോ കഥ പറഞ്ഞത്. അപ്പോൾ ഈ പയ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് ആ കുട്ടിയെ സേഫ് ആക്കി. പക്ഷെ അവിടെ അത്യാവശ്യം ഒരു ഫിസിക്കൽ അസോൾട്ട് നല്ലതായിട്ട് നടന്നിട്ടുണ്ട്. ആ കുട്ടി അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിനകത്ത് ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയില്ല, നമ്മുടെ വീട്ടിലെ കുട്ടികൾ ബാംഗ്ലൂർ പഠിക്കാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുട്ടികൾ ബാംഗ്ലൂർ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവിടെ അവര് കൂട്ടുകൂടുന്ന അവരുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയുള്ള ആളുകളാണെന്ന് നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഏത് ടൈപ്പിലുള്ള ആളാണെന്ന് അറിയില്ല. അപ്പൊ അവരുടെ ഫ്രണ്ട്സിന്റെ ഉദ്ദേശം സ്പെസിഫിക്കലി ഇങ്ങനെ ഒരു ബെനിഫിറ്റ് മാത്രം നോക്കി നടക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരുപാട് കാര്യത്തിലേക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവരുടെ ഫ്രണ്ട് ആവാതിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. വേറൊരു കാര്യം ഞാൻ അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പേരൻസ് നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഒരു ക്ലോസ് കമ്മ്യൂണിക്കേഷൻ വെക്കുക. അതായത് അവരെ എന്നും ഫോൺ വിളിക്കുക, ഒന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും അവരെ ഒന്ന് ഫോൺ വിളിക്കുക, വീഡിയോ കോൾ വിളിക്കുക, ഫുഡ് കഴിച്ചോ, മഴയുണ്ടായിരുന്നോ, എന്തെങ്കിലുമൊക്കെ റാൻഡമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ഒരിക്കലും അവരോട്ട് ഡിസ്കണക്ട് ചെയ്ത് വെക്കരുത്. ഇത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇതിന് പെൺകുട്ടി ആൺകുട്ടി എന്നൊന്നും ഡിഫറൻസ് ഇല്ല, നമുക്ക് എല്ലാം അറിയാവുന്നതാണല്ലോ. പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് പ്രത്യേകതയില്ല, പക്ഷെ അവർക്കാണ് റിസ്ക് പ്രോണ്, അത് നമുക്കറിയാം. ആൺകുട്ടികളും അവർക്കും ഒരുപാട് അബ്യൂസ് നേരിടുന്നുണ്ട്, ഈ പല രീതിയിൽ തന്നെയാണെങ്കിലും. അപ്പോൾ നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ സ്ഥിരം ഒന്ന് എല്ലാ ദിവസവും ഒന്ന് വിളിക്കുക, നമ്മളുമായിട്ടുള്ള റിലേഷൻ ഒന്ന് സ്ട്രോങ് ആയിട്ട് വെക്കുക. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഫാമിലിയുമായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു സെൻസിബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫാമിലിയായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഫാമിലിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ഇങ്ങനത്തെ കുറച്ചുകൂടെ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഇവിടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എന്തായാലും നിങ്ങളോട്ട് എന്നും കോൺടാക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് പുതിയ വേൾഡാണ് അവർക്ക് കിട്ടുന്നത് ഇവിടെ. അപ്പം അത് നമ്മൾ പേരൻസ്, അല്ലെങ്കിൽ നമ്മളല്ല, എനിക്ക് ആ ഒരു ലെവലായിട്ടില്ല, എനിക്കറിയില്ല. അപ്പം നിങ്ങൾ പേരൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗാർഡിയൻസ് ആ കുട്ടികളുമായിട്ടൊന്ന് കോൺടാക്ട് നടത്തുക, എല്ലാ ദിവസവും ഫോൺ വിളിക്കുക, അവരോട്ടൊന്ന് ടൈപ്പ് വെക്കുക. കാരണം ചിലപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് കുട്ടികളെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയിരിക്കും. അപ്പം അവർ ഈ മയക്കുമരുന്ന് അങ്ങനെ വഴി പോകുന്നതാണെങ്കിലും, അതായത് ഈ ഫിസിക്കലായിക്കണോ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലേക്കാണെങ്കിലും അവർക്കൊന്നും തുറന്നു പറയാൻ പറ്റിയ രീതിയിൽ അവരുമായിട്ടൊന്ന് ടൈപ്പ് ഉണ്ടാക്കി വെക്കുക, ഒരു റിലേഷൻ ഉണ്ടാക്കി വെക്കുക. അതെന്തായാലും ഒരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് പറയണം തോന്നി. ഇതെങ്ങനെ നമുക്ക് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ബാംഗ്ലൂർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ബാംഗ്ലൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിനും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോസ്, എൻ്റെ ചാനൽ ഇതുപോലെ ബാംഗ്ലൂരുമായിട്ട് റിലേറ്റ് ചെയ്തതും അല്ലെങ്കിൽ നമ്മുടെ IT-യുമായിട്ട് റിലേറ്റ് ചെയ്തതും, ഞാൻ IT വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കുറേ വീഡിയോസ് ഉണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം എത്തിക്കുക, ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ കൺസേൺ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ സൈനിങ് ഓഫ്. ബൈ.